റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കഴിക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും അതോടൊപ്പം കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ഒനിയനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇതാ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഇട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതോടൊപ്പം ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണ്, ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മാഗി ക്യൂബ് ഇതാണ് ഈ ഒരു ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇതുപോലെ ഒരു സ്പേസ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നല്ലോണം ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അതിനുശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവിച്ചെടുത്ത ബസ്മതി റൈസ് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേവിച്ച് ഊറ്റിയെടുത്ത ബസ്മതി റൈസാണിത്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റൈസ് ഇതിലിട്ട് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് അല്പം പെപ്പർ പൗഡറും കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ പതുക്കെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിന്ന് എഗ് ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. കൂടെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.